ശിശിരാക്കിയ. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഗെസ് ദ സോങ് ചാലഞ്ചാണ്. അപ്പോൾ ഒരു പാട്ടിൻ്റെ മ്യൂസിക് നമുക്ക് പ്ലേ ചെയ്ത് തരും. സോ ആ പാട്ട് ഏതാണെന്ന് നമ്മൾ ഗെസ് ചെയ്യണം. അപ്പോൾ അത് ഗെസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഗെസ് ചെയ്യുന്ന ആരാണോ അവർക്കാണ് പോയിന്റ്. ലൈക്ക് ഓൾട്ടർനേറ്റീവ് അങ്ങനെയൊന്നുമില്ല. ഫസ്റ്റ് ഗെസ് ചെയ്യുന്ന ആരാണോ അവർക്കായിരിക്കും പോയിന്റ് ഉണ്ടാവുക. സോ യെസ്, നമുക്കപ്പോൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. സോ യെസ്, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. മിന്നിൽ മുരളിത്തെ പാട്ടല്ലേ? കാറ്റും കോളും തിളങ്ങി. എനിക്കറിയാം. ഇങ്ങനെ അതന്നെ തന്നെ. ഓക്കെ ഓക്കെ. അപ്പൊ പം ചേച്ചിക്ക് പോയിന്റ്. എനിക്ക് ആക്ച്വലി നല്ല ഓർമ്മ, എനിക്ക് സാധനം കിട്ടി. എനിക്ക് വേർഡ്സ് ലിറിക്സ് അറിയാണ്ട. ഓക്കെ, നെക്സ്റ്റ് സോങ് നോക്കാം നമുക്ക്. ഓക്കെ. പൊട്ടു തൊട്ട സുന്ദരി തൊട്ടടുത്ത് വന്നിലു ആണ്, അതല്ലേ പാട്ട്? തൊട്ടടുത്ത് അതന്നെ. ആ ഓക്കെ ഓക്കെ. അപ്പൊ അതിനെനിക്ക് പോയിന്റ് കിട്ടില്ലേ? ലിറിക്സ് ഞാൻ ചെറുതായിട്ട് മാറിയെങ്കിലും പക്ഷെ സാധനം എനിക്ക് കിട്ടിയത് ഇല്ല. അപ്പൊ അതിനെനിക്ക് പോയിന്റ് കിട്ടി. ഓക്കെ, എനിക്ക് അറിയായിരുന്നു പെട്ടെന്ന് കിട്ടിയില്ല. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് സോങ്. ഓക്കെ. നെഞ്ചോട് ചേർത്ത് അതാണോ? അല്ല അല്ല, ഒന്നുകൂടെ പകപ്പിച്ചു തരുമോ? എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല കേട്ടോ. ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ എനിക്ക് ഒരു ഗസ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒന്നും വരുന്നില്ല. എനിക്ക് അതിൻ്റെ സീന വല്ല ഓർമ്മ കിട്ടുന്നില്ല. വല്ല ഓർമ്മ കിട്ടുന്നുണ്ടോ സീനെങ്കിലും? എനിക്ക് എന്തോ ഫസ്റ്റ് പോർഷൻ എന്തോ എവിടെയോ കേട്ടിട്ടുണ്ട്, പക്ഷെ നീ വേണ്ടല്ലോ. ഞാൻ അയ്യോ, റേഡിയോയിലൊക്കെ എപ്പോഴും കേൾക്കുന്ന എനിക്ക് പറയില്ലടോ. ശരി ശരി, ഓക്കെ ഓക്കെ. അതിലിപ്പോ ആർക്കും മ്യൂസിക് ഭയങ്കര കുറച്ച് അതാണ്. ഓക്കെ ഓക്കെ. ഇതിനിപ്പോ ബേസിക്കലി രണ്ടാക്കും പോയിന്റ് ഇല്ല. അപ്പൊ കുഴപ്പമില്ല. ഇനി അടുത്ത ഈക്വൽ അല്ലേ? ഇപ്പൊ ഈക്വൽ ആണ്. അടുത്ത നമുക്ക് നോക്കാം. താഴ്വാരം. അത് ദ്രോണല്ല അല്ലെ? ദ്രോണല്ല, മമ്മൂട്ടിന്റെ ഭീഷ്മപർവത്തിലെ പാട്ടിൽ. ഞാൻ പറ കറക്റ്റാ? സാധനം കറക്റ്റ് വന്നുകൊണ്ട് പംസിക്ക് 2 പോയിന്റ്, എനിക്ക് 1 പോയിന്റ്. ജാതിക്കത്തോട്ടം അല്ല അല്ല, അതേ ശരണ്യ, സൂപ്പർ ശരണ്യത പാട്ട്. അല്ലല്ല, അതല്ല സൂപ്പർ ശരണ്യത പാട്ട്. ഒന്നുകൂടി സൂപ്പർ ശരണ്യത പാട്ടാണല്ലേ? എന്താ പറഞ്ഞതല്ല. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം. ഒരു മിനിറ്റ് സൗണ്ട് ആക്കല്ലേ, ഞാൻ പറഞ്ഞുതരാം. 8 മിനിറ്റ്. എനിക്ക് കടിപ്പലത്തിയ എന്താ ലിറിക്സ് ഉണ്ടാക്കല്ലേ. ഞാൻ പറഞ്ഞത് ആക്ച്വലി എനിക്കേ പോയിന്റ് ഉണ്ട്. ഞാൻ പറഞ്ഞ അല്ല, നീ പറഞ്ഞ അവളൊരു ഫസ്റ്റത്തെ പാട്ടാണ്. സൂപ്പർ ശരണ്യയിലെ ഫസ്റ്റത്തെ പാട്ടാണ് പറയേണ്ടത്. കഥയല്ലോടെ പറയേണ്ടത്. അതാണ് സൂപ്പർ ശരണ്യ. പാട്ടാണ് പറയേണ്ടത്. ഞാൻ പറഞ്ഞുതരാം. ഇനി ടൈം കണ്ടിട്ടോ ഇതിന്. എന്തോ കാരി എന്താണ്? വല്ലാത്ത അശുഭമംഗളകാരി. കറക്റ്റല്ലേ? അത് കറക്റ്റല്ലേ? അശുഭമംഗളകാരി. ഇങ്ങനെ പറഞ്ഞോണ്ടോ? ഓക്കെ ഓക്കെ. അതിന്റെ ടൈറ്റിൽ അശുഭമംഗളകാരി. അപ്പൊ 3-1. യെസ്, ഓക്കെ ഓക്കെ. 3-1 കേട്ടോ. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് നമുക്ക് അടുത്ത ഇതിൽ ഞാൻ ചെയ്യാം. സെറ്റാക്കാം. ഞാനല്ലേ? ആരാണ് ബാക്ക് എന്ന് പറയും? ഞാനാണോ? അപ്പൊ 4-ഉം 2-ഉം. ഓക്കെ, അപ്പൊ 4-2 ആട്ടോ. ഇത് മറ്റേ അലമ്പായി പോയി കുറച്ച്. കാരണം പാട്ട് കേട്ടിട്ട്, കാരണം ഇത് ഭയങ്കര അറിയില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും ഫേമസ് പാട്ട്, അതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് പാട്ടേ. ഒരു വെല്ലം പൊന്നും പോവും കരിനീല ചാന്തും. അതല്ലേ? ആണോ? ഓക്കെ ഓക്കെ. അപ്പൊ പമ്മു ചേച്ചിക്ക് 5 പോയിന്റ്സും എനിക്ക് 2 പോയിന്റ്സും. 5-2. ഓക്കെ ഓക്കെ. നെക്സ്റ്റ്
അതിൽ വരും. ഓക്കെ ഓക്കെ, ഫസ്റ്റ് വേം യെസ്. കറുത്ത പെണ്ണെ ഒന്നാം വട്ടം കണ്ടപ്പം ചെക്കനു കിന്നാര പെണ്ണെ നിന്നെ കാണാനിട്ടൊരു നാളുണ്ടല്ലേ. ഓക്കെ, അപ്പൊ 5ഉം 3ഉം അല്ലേ? 5ഉം 3ഉം അല്ല, 5ഉം 3 ആണോ? 5ഉം 3 ആക്ച്വലി രണ്ടിന്റെ മ്യൂസിക് ഒന്നാണ്. വളരെ വളരെ അധികം. കറുത്തപ്പിന് മോഹൻലാലിന്റെ പാട്ട് എന്തല്ല. ഓക്കെ, നെക്സ്റ്റ്. ആവണി പൊന്നൂഞ്ഞാൽ അടിക്കാം നിന്നെ ഞാൻ. ആയിരിക്കും, ആണ് ശരി. ആവണി പൊന്നു ഇതിപ്പോ 6ഉം 4ഉം അല്ലേ? 6ഉം 3ഉം. ഓക്കെ, ഇതെനിക്ക് അറിയാവുന്നുണ്ട്, എനിക്ക് പെട്ടെന്ന് ക്ലിക്ക് ആയില്ല. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് സോങ് കേൾക്കാം. ഓ, ഇതെനിക്ക് സത്യം എനിക്ക് അറിയുന്നുണ്ട്. എന്റെ സാധനത്തിൽ വന്നു. പക്ഷെ അതാണ് എനിക്ക് കുറച്ച് ലിറിക്സ് കുറച്ച് പ്രശ്നം എന്തെന്ന് തോന്നുന്നു. അതാണ് സംഭവം. കുഴപ്പമില്ല. അപ്പൊ എത്ര? 7ഉം 3ഉം. 7 പിടിച്ച 7 4 പോയിന്റ്. അടുത്ത പാട്ട് അത് ഞാൻ ഈക്വലല്ലേ? ഞാനാ പറഞ്ഞ മഞ്ഞ് പേട അതല്ലേ? ഓക്കെ, അപ്പൊ 6ഉം 7ഉം. ഓക്കെ, 7ഉം 4ഉം. ചെറുതായിട്ടൊന്നും മാറ്റുന്നത് പറ്റില്ല. 7ഉം 4ഉം. ഓക്കെ, അടുത്ത്. കമോൺ, അടുത്ത്. മാർഗഴിയേ മല്ലികയെ മന്നാര പൂക്കുരുവിയെ. ഇത് ഞാൻ ഇതില്ലേ ഇതെനിക്ക് പാട്ട് കേട്ടേ. അത് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് ഞാൻ എൻ്റെ ഫെയർവെല്ലിൽ കളിച്ചത്. അതല്ലാണ്ട് ഞാൻ ഇത് പല വട്ടം കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഡാൻസിൻ്റെ ഈ പാട്ട് കേട്ടാൽ എങ്ങനെ എന്നാലും എനിക്കറിയാം. ഓക്കെ, അപ്പോൾ എനിക്ക് 7ഉം 5ഉം. ഓക്കെ, 7 5. ഓക്കെ, 2 പോയിന്റ്സ്. കമാ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കിട്ടേണ്ടതല്ലേ? നിങ്ങൾ പറയൂ. അല്ല, കിട്ടുന്നതല്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ തോന്നിട്ട് നിങ്ങൾ കമന്റ് ചെയ്യൂ. ഓക്കെ, പക്ഷേ ഞാൻ മാർക്ക് 8ഉം 5ഉം. ഓക്കെ, 8 5. ഓക്കെ, walking in the moonlight I'm thinking of you. ഞാനല്ലേ പാട്ട് ആസ്വദിച്ചു ഇടയ്ക്ക്, അതുകൊണ്ട് കളി മറന്നുപോയി. അതാണ് സംഭവിച്ചത്. എനിക്ക് പാട്ട് ആസ്വാദനത്തിൽ ഞാൻ കളി മറന്നുപോയി. ഓക്കെ, 9 5. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് പാട്ട്. പറഞ്ഞില്ലല്ലോ, ഈക്വൽ അല്ലേ? വാളെടുത്താൽ അങ്കക്കടി ഓക്കെ, അപ്പൊ ഈക്വൽ അല്ലേ? കൊടുക്കുന്നത് 10ഉം 9ഉം അല്ല 9ഉം 6ഉം. ഓക്കെ ഓക്കെ, 9 and 6. 3 പോയിന്റ് ഉണ്ട് കേട്ടോ. 9 6. ഓക്കെ, വെട്ടത്തുനിന്ന് പണ്ടാണോ? അല്ല, മഴത്തുള്ളികൾ പൊഴിയിടും നാടൻ വഴി. മഴത്തുള്ളികളാണോ? വെട്ടത്തെ പാട്ടാണ് എനിക്ക്. വെട്ടത്തിന്റെ പാട്ട് വെട്ടത്തെ പാട്ടാണ് എനിക്കറിയാം. ഓക്കെ, 10ഉം 6ഉം. ഒന്ന് വരുമോ? കഴിഞ്ഞ സാധനം കഴിഞ്ഞു തോന്നുന്നു. എനിക്ക് കുറച്ചും കൂടി ഇട്ട് തോന്നുന്നു. 10ഉം 6ഉം. ഓക്കെ, ഇതൊക്കെ ബേസിക് എനിക്ക് അറിയാം കേട്ടോ. പക്ഷെ എനിക്ക് പെട്ടെന്ന് ഞാൻ അതായി സ്ലോ ആക്കണം. വേണ്ട, അത്ര വേണ്ട. നെക്സ്റ്റ്. ഓക്കെ, 10ഉം 6ഉം ആണ്. അതല്ലേ? അതാണ് സ്റ്റാൻഡ്. അതല്ല പാട്ട്. വേൽമുരുകയല്ല, ചൂലമ്പടയുടെ പാട്ട് ആദ്യം പറയുന്നത്. 10ഉം 6ഉം. 11ഉം 6ഉം. ഓക്കെ, 11ഉം 6ഉം. കൂടും പോയിന്റ്.
ഓക്കെ 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 നെക്സ്റ്റ്. അയ്യോ പറയാതെ അറിയാതെ നീ പോയത് അതല്ലേ? ഇത് ഞാൻ എൻ്റെ സെക്കൻഡ് പഠിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് ഞാൻ പാടിപ്പാട്ട എനിക്ക് അത് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ 11ഉം 7ഉം ഓക്കെ 11 and 7. ഓക്കെ നെക്സ്റ്റ്. മുന്തിരിപ്പാടം പൂത്ത മുറ്റത്ത് കണ്ടോ. ഓക്കെ 12ഉം 7ഉം. 12ഉം 7ഉം. ഓക്കെ ഓക്കെ ഗൈസ് കുഴപ്പമില്ല. സില്ലി മാറ്റേഴ്സ്. ഇനി ഞാൻ അങ്ങനെ പറയുന്നു. അടുത്ത പാട്ട്. അയ്യോ നരന്റെ പാട്ട് എന്താണ്? ഓ നരൻ പുതുജന്മം തേടിയ പുഴയല്ല, നീ ഒരു പുഴയില്ല. എന്നിട്ട് വിനീത് മറ്റേ പാടുന്നത് ഓ നരൻ ആ സാധനം എനിക്ക് രോമാഞ്ചം വരുന്ന സാധനം അതന്നെ അതന്നെ ആ വെള്ളത്തിൽ നിന്ന് വരുന്ന സാധനം അതന്നെ. നീ ഒരു പുഴ അതൊന്നല്ല. ഓക്കെ അപ്പൊ പരിപാടി കഴിഞ്ഞു. അപ്പോൾ പംസിക്ക് എത്ര പോയിന്റ് വന്നത്? എനിക്കിപ്പോ 12ഉം എനിക്ക് 8ഉം. ഓക്കെ അപ്പോൾ ചെറിയൊരു വ്യത്യാസമുള്ളൂ. ചെറിയ 4 പോയിന്റ് വ്യത്യാസം. അപ്പൊ ബേസിക് സംബന്ധിച്ചാൽ എനിക്ക് അറിയുന്നു ബട്ട് പക്ഷെ എനിക്ക് ലിറിക്സ് വായിൽ വന്നില്ല. അപ്പൊ അവിടെയാണ് എന്റെ പോയിന്റ് പോയത്. പംസിയാണ് ജയിച്ചത്. പിന്നെ എന്താ വെച്ചാൽ കുറച്ച് വയസ്സിന് മൂത്തതിന്റെ കുറച്ച് പഴയ സോങ്സ് ഒക്കെ നന്നായിട്ട് അറിയുമല്ലോ. അതുകൊണ്ട് ഞാൻ ആ ഒരു ഇവിടെ കൊടുക്കുന്നു. എന്ത് തോന്നുന്നു എല്ലാ ഗെയിമും ഇങ്ങനെ തോക്കുമ്പോ? എല്ലാ ഗെയിമും തോന്നുന്നുണ്ട്. എനിക്കൊന്നും തോന്നുന്നില്ല. പ്രത്യേകിച്ച് എനിക്ക് ഇങ്ങനെ ഒന്നും തോന്നാറില്ല. അതാണ് വേറെ കാര്യം. അത് അത്രയേ ഉള്ളൂ. ഓക്കെ അപ്പോൾ നിങ്ങൾക്കിത് ഈ ഗെയിം ഇഷ്ടമായെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇതുപോലത്തെ അടിപൊളി ഗെയിംസ് ആയിട്ട് ഇനി ഞങ്ങൾ പിന്നെയും വരും. അവിടെ ഞാൻ ജയിക്കും. അതൊക്കെ അത്രയേ ഉള്ളൂ. ഓക്കെ നിങ്ങൾ എനിക്ക് പറ്റുന്ന ഞാൻ എല്ലാ ഗെയിമും ജയിക്കുമായിരിക്കും. അല്ല നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാം. ഓക്കെ അപ്പോൾ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും. ഇറ്റ്സ് മീ ശശിര സ്മേര സൈനിങ് ഓഫ്. ബൈ.